കേട്ടാൽ കയറെടുക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ പണ്ട് മുതലേ ഉള്ളതാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് അത് ഏറ്റവും കൃത്യമായും വ്യക്തമായും നടപ്പാക്കപ്പെടുന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് 102 സീറ്റ് കൊടുത്ത് അധികാരത്തിലെത്തുവാനുള്ള അവസരമൊരുക്കിയിരിക്കുകയാണ് ജനങ്ങൾ. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ കക്ഷിയായ കോൺഗ്രസും അതിൻ്റെ അനുയായികളും പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ തന്നെ വോട്ട് ചെയ്ത ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആരെ മുഖ്യമന്ത്രിയാക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ ദേശീയ നേതൃത്വമാണ്. കാരണം കോൺഗ്രസ് ഒരു ദേശീയ പ്രസ്ഥാനമാണ്. ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ആ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഘടകങ്ങളും ആ സംസ്ഥാന ഘടകങ്ങൾക്ക് നേതാക്കന്മാരും അതോടൊപ്പം തന്നെ MLAയും MP യും ഒക്കെ ഉണ്ടാകുന്നത് എന്നതാണ് ചരിത്രപരമായ വസ്തുത. ഈ ചരിത്രപരമായ വസ്തുത മനസ്സിലാക്കാതെ അണികൾ കാള പെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നതും പ്രവർത്തിക്കുന്നതും വളരെ മോശമാണ്. അങ്ങനെ കാള പെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുത്തതിൻ്റെ പരിണിതഫലമാണ് ഇന്നലകളിൽ കോൺഗ്രസിനും ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത് എന്ന ചരിത്രപരമായ ബോധം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഞാൻ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത ഒരു ജനാധിപത്യ വിശ്വാസിയാണ്. ഞാൻ വോട്ട് ചെയ്തത് കോൺഗ്രസ്സിലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുവാനോ സതീശൻ മുഖ്യമന്ത്രിയാകാനോ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനോ അല്ല. മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന മുന്നണി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിറ്റ് കാശാക്കി ഒരുപറ്റം കള്ളന്മാർ സുഖിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കോൺഗ്രസ്സിനും ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ നയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജാതി സെൻസസ് എന്ന രാഷ്ട്രീയ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനോട് എനിക്കുള്ള യോജിപ്പാണ് എന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുവാൻ പ്രേരിപ്പിച്ച ഘടകം. അപ്പോൾ ഈ നാട്ടിൽ അങ്ങനെ ഓരോരുത്തരും ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുവാൻ ഒന്നിൽ ഭരിച്ച ഭരണകക്ഷിയോടുള്ള വിരോധം, അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള യോജിപ്പ്, ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇലക്ഷനിലേക്ക് നയിച്ചതും ഇലക്ഷനിൽ വിജയിക്കുവാൻ സാധിച്ചതും എന്ന് തിരിച്ചറിവുണ്ടാകണം. ഇവിടെ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ അതല്ലെങ്കിൽ VD സതീശനോ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ടിക്കറ്റ് കിട്ടാതെ ചിഹ്നം കിട്ടാതെ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് വാങ്ങിയെടുക്കുവാൻ കഴിയുന്നവരാണോ എന്ന് സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ മത്സരിക്കുന്നത് കൊണ്ടാണ് അവർ നേതാക്കന്മാരാകുന്നതും അതോടൊപ്പം തന്നെ അവർ MP മാരും MLAമാരും ഭരണകർത്താക്കളുമായി പരിണമിക്കുന്നത് എന്ന ബോധം അവർക്കും അതോടൊപ്പം അണികൾക്കും ഉണ്ടാകണം. ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ നാടുനീളെ പ്രകടനങ്ങൾ നടക്കുകയാണ്. സത്യത്തിൽ പല്ലുകുത്തി മണപ്പിക്കുന്നതിന് തുല്യമാണ് ആ പ്രകടനങ്ങൾ എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധം കോൺഗ്രസ് അണികൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഞാനിപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനല്ല. പക്ഷേ തെരുവിൽ കാണുന്ന ഈ നാണംകെട്ട നാടകം ജാള്യത ഉളവാക്കുന്നത് കണ്ടു നിൽക്കുന്നവർക്കാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഈ പ്രകടനം നടത്തുന്നവരെ ജനം കാണുന്നത് യഥാർത്ഥത്തിൽ ഉളുപ്പില്ലാത്ത വർഗം എന്ന രീതിയിൽ തന്നെയാണ്. നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ പഴയ ആളുകൾ പറയും, വേവുവോളം കാക്കാമെങ്കിൽ എന്തേ 6 വോളം കാത്തുകൂടാ. നിങ്ങൾക്കൊരു ദേശീയ നേതൃത്വമില്ലേ? ആ ദേശീയ നേതൃത്വത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ചില കൂടിക്കാഴ്ചകളും സംഭാഷണങ്ങളും ഒക്കെ നടത്താറുണ്ട് പണ്ടും. ഇവിടെ ശ്രീ K കരുണാകരനെ മാറ്റി AK ആൻ്റണിയെ ഒറ്റയടിക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയ ചരിത്രമുണ്ട്. DK ശിവകുമാർ പണം മുടക്കി കർണാടകയിൽ നമ്മളെല്ലാം കണ്ടതാണ്, ഭരണം പിടിച്ചു. പക്ഷേ മുഖ്യമന്ത്രിയായത് സിദ്ധരാമയ്യയാണ്. രാജസ്ഥാനിൽ രാജേഷ് പൈലറ്റ് നമ്മൾ കണ്ടു.
നേതൃത്വം നടത്തി അധികാരം പിടിച്ചു. പക്ഷേ ഗെലോട്ടിനെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. ഇങ്ങനെയൊക്കെയുള്ള ചില രാഷ്ട്രീയങ്ങളുണ്ട്. അതിന് ചില കാരണങ്ങൾ ദേശീയ നേതൃത്വത്തിനുണ്ടാകും. എല്ലാ കാര്യങ്ങളും വിട്ടുപറയുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പൂർണ്ണമായി കഴിയാറില്ല. എല്ലാം അണികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടത്തുവാനും ഒക്കില്ല. നേതൃത്വം എന്ന് പറയുന്നത് അണികളെ നയിക്കുവാൻ കഴിവുള്ളവരാകണം, അല്ലാതെ അണികൾ പറയുന്നത് കേട്ട് ചലിക്കുന്നവരാകരുത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ പ്രവർത്തകരും കാളപറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആര് വേണേലും മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മറിച്ച് CPM-നും അതുപോലെ തന്നെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമാകുന്ന BJP-ക്കും വളരുവാനുള്ള വളക്കൂറുള്ള മണ്ണ് കേരളത്തിൽ സൃഷ്ടിച്ചു കൊടുക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ തയ്യാറാകരുത് എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു.